എങ്ങനെയത് അണ്ണനിലേക്ക് കാര്യം ഇത് പ്രേക്ഷകരെ ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ അണ്ണെന്നാണ് വിളിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഈ നിങ്ങളിലേക്ക് എത്തിയത് എന്നിലേക്ക് എത്തിയത് ഞാൻ ചക്കപ്പഴം സീരിയൽ രണ്ടാമത് അപ്പോൾ നിലവിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്തിട്ടൊന്ന് ബ്രേക്കായിട്ട് പുതിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്തപ്പോഴും ഞാനും അതിനകത്തുണ്ടായിരുന്നു. ഫസ്റ്റ് സിറ്റ്കോം ആണോ അത്? ഫസ്റ്റ് സിറ്റ്കോം വെള്ളാനുള്ളതാണ് തന്നെ. അപ്പം ചക്കപ്പഴത്തിൽ ഒരു 22 എപ്പിസോഡ് ഞാൻ ചെയ്തു. 22 എപ്പിസോഡ് ചെയ്തിട്ട് അടുത്ത ഷെഡ്യൂളിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് അത് പോസ്റ്റ്പോൺ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുന്നു. ആ സമയത്താണ് രാജേഷ് ഭായിയുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നത് പോലെ ഫ്ലവേഴ്സിലൊരു പുതിയ പ്രോഗ്രാം തുടക്കുന്നു, അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിളിച്ചു. അവസരം ചോദിക്കുന്നതിന് ഒരു നാണം മാറി ഞാൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഒന്നും ആയിട്ടില്ല, എൻ്റെ കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളൂ, പറ്റിയ ക്യാരക്ടറുണ്ട്. കാര്യം സാധാരണക്കാരനായിട്ടൊരാളല്ല ഞാൻ. ഈ പൊതുവെ തടി ഉണ്ടായതുകൊണ്ട് ചില സ്റ്റോറിയിലും എന്നെപ്പോലെ ഒരാൾ വേണമെന്നില്ല, എന്നാൽ എന്നെപ്പോലെ ആളെ ഡിമാൻഡ് ചെയ്യുന്ന ചില സ്റ്റോറികൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. സൂസു ടെലികാസ്റ്റിംഗ് തുടങ്ങി ഒരു 5-6 എപ്പിസോഡ് ആയപ്പോഴത്തേന് എന്നെ വിളിച്ചിട്ട് അതിൽ തന്നെ ഒരു പിന്നെ ഞങ്ങൾ ലോക്കൽസാണ്, ലോക്കൽ ഏരിയയിലുള്ള ഒരു മുടിയൻ എന്ന് പറയുന്ന സുരഭിയെ പ്രേമിച്ച് നടക്കുന്ന അയാളുടെ ഒരു ഉപദേഷ്ടാവ് അംബുജൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. അങ്ങനെ അതിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കുറച്ച് ഞങ്ങൾക്ക് ഔട്ട്ഡോർ ലൊക്കേഷനാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നതുപോലെ അലിയൻസിൽ ക്ലീറ്റസ് മത്താദിയുടെ അനിയൻ ജെറാൾഡ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ അനിയൻ റൊണാൾഡ് പറഞ്ഞിട്ടുണ്ട്, ജെറാൾഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. നമുക്ക് റൊണാൾഡ് വന്നിട്ടില്ല. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ ഉദ്ദേശിച്ച ഒരു 10-15 എപ്പിസോഡ് കാണും, അല്ല ഒരു 10 എപ്പിസോഡ് കാണുന്നുണ്ട്. ഇതിലാണ് ഞാൻ വരുന്നത്. പക്ഷേ ക്യാരക്ടറിന് കളിക്കാനുള്ളൊരു സ്പേസ് അദ്ദേഹം തന്നു, കൂടെ ഉള്ളവർ തന്നു, ഇവരെല്ലാം സപ്പോർട്ട് ചെയ്തു. അങ്ങനെ എഴുതി തന്നുകൊണ്ടിരുന്നു. അപ്പം ഇവരെല്ലാവരും എന്നെ കൂടെ അവരുടെ കുടുംബത്തിലേക്ക് ഉൾപ്പെടുത്തി. അപ്പോൾ ആദ്യമൊക്കെ നല്ല പൊങ്കാലായിരുന്നു കമൻറ്റിൽ, ഇവരെന്തിനും ഇവിടെ നിന്നൊക്കെ വന്നു ചോദിച്ചു. പക്ഷെ പിന്നീട് ആ കമൻറ്റ് ഇട്ടവർ തന്നെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അപ്പം എല്ലാവരും ഇപ്പോൾ 1.5 വർഷം. നിങ്ങൾ ഞാൻ എക്സ്പെഷ്യലി ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്കൊരു അതായത് പ്രോംപ്റ്റിംഗ് തരാതെ അല്ലാതെ ചെയ്യുന്നത് എപ്പോഴും നല്ലത്. കാര്യം ഇത് കറക്റ്റായിട്ടാണ് നിങ്ങൾ ചെയ്തു പോകുന്നത്. ഇപ്പം അതിവിടെ എല്ലാവരും അങ്ങനെ തന്നെ. ഇതല്ല സീൻ വായിക്കുമെങ്കിൽ ആ സീനിനകത്ത് ആ സീനിന് വേണ്ടത് എന്താണെന്ന് ഉൾക്കൊണ്ടിട്ട് എസ്പെഷ്യലി പ്രോംപ്റ്റിംഗ് ഇല്ലാത്തത് ഭയങ്കര കാര്യം തന്നെ. അനീഷേട്ടനും പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും എളുപ്പമാണ്, നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അല്ല പ്രോംപ്റ്റിംഗ് ബുദ്ധിമുട്ടാണെന്ന് കൂടെ മനസ്സിലാക്കി. എൻ്റെ ഇടയ്ക്ക് ഒരു മെഗാ സീരിയലിൽ ഒരു 4-5 എപ്പിസോഡ് ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞത് കേട്ട് എനിക്ക് ക്യാച്ച് ചെയ്ത് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ടൈമിങ്ങിൻ്റെ പ്രശ്നം മാത്രമല്ല, ഞാൻ അവർ പറയുമ്പോൾ എൻ്റെ മുഖവും ചെവിയും അങ്ങോട്ട് ശ്രദ്ധ പോയി. ഇതുപോലെ അപ്പോൾ ഞാൻ പിന്നെ ഡയലോഗ് കാണാതെ പഠിച്ചിട്ട് മറ്റുള്ളവർ ക്യൂ മനസ്സിലാക്കി ഞാൻ ക്യൂ ആണ് എപ്പോഴും നല്ലത്. അഭിലാഷണം പറഞ്ഞൊരു ഇൻസിഡൻറ്റ് ഞാനിവിടെ പറഞ്ഞേക്കാം. കാര്യം ഞാനൊരു ലൊക്കേഷനിൽ ഇൻ്റർവ്യൂ എടുക്കാൻ പോയി, പേര് പറയുന്നില്ല. അപ്പം ഡയറക്ടറുടെ അടുത്തൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അവർ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്കൊരു ചെറിയ ചാൻസ് തന്നു അഭിനയിക്കാൻ. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പറ്റാത്ത ചാൻസാണ്. ഞാൻ 50 കിലോ അരി അവിടെ പറക്കി. എന്നുവെച്ചാൽ അവിടെ നിന്ന് പറയുന്ന പ്രോംപ്റ്റിങ് എനിക്ക് കറക്റ്റ് ഈ പറഞ്ഞ പോലെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനവിടെ ബൈഹാർട്ടാക്കി വെച്ച് ഞാൻ പറയും. അതെനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു. അതിനുശേഷം പിന്നെ അഭിനയമോഹം കുറച്ചു നേരം മാറ്റി വെച്ചിരിക്കുക. കിട്ടുവാണെങ്കിൽ പോയി ചെയ്യണം. തീർച്ചയായിട്ടും അത് വേണം. ശരിക്കും ഈ സ്റ്റേജ് പ്രോഗ്രാമുകളും നമ്മുടെ മിമിക്രി എന്ന് പറയുന്ന കലാരൂപത്തിൽ വന്നതുകൊണ്ടാണ് ഈ പെട്ടെന്ന് ഡയലോഗുകൾ കാണാതെ പഠിച്ച് എല്ലാം കാണാതെ പറയാനും പറ്റും. പിന്നെ അതേപോലെ ഒരു സീൻ ചിലപ്പോൾ ഡ്യൂറേഷൻ കുറവായിട്ട് വരും, ചിലപ്പോൾ ഒരു സീന് കുറച്ചുകൂടെ വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഇവിടെ പിന്നെ ഒരെറിയെറിഞ്ഞാൽ തിരിച്ച് 10 എറിയുന്ന ചെങ്കീരികളാണ് ഉള്ളത്. അപ്പം അവരുടെ കൂടെയുള്ള കോമ്പിനേഷൻ തന്നെ എന്നിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആളിനെ ഒരുപാട് മേളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മെയിനായിട്ട് റിയാസൊക്കെ അനീഷേട്ടൻ, മഞ്ജു ചേച്ചി, ഈ 3 പേര്, പിന്നെ സൗമ്യ ഞങ്ങൾ, പിന്നെ അമ്മ സേതുലക്ഷ്മി, പിന്നെ ഇപ്പൊ പറയുന്ന പോലെ മുത്ത് പിന്നെ അതേപോലെ ഇപ്പൊ വന്നിട്ട് തക്കുടു, പിന്നെ നല്ലു സൈ, എല്ലാവരും ഒന്നിനൊന്ന് ഇതിൽ മെച്ചമായിട്ടുള്ള. അപ്പൊ അവരുടെ കൂടെ നല്ല ഷോപ്പിൽ കയറി ഇരുന്നത് കൊണ്ട് ഞാനും വിറ്റ് പോകുന്നു എന്ന് പറയുന്ന പോലെ കച്ചവടം ഇല്ലാത്തടത്ത് നമ്മൾ പോയത് നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഞാനൊരു നല്ല പ്രോഡക്റ്റാണ്, അല്ല ഞാനൊരു പ്രോഡക്റ്റാണ്. ഞാനൊരു കച്ചവടം ഇല്ലാത്തൊരു കടയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ കടയുടെ കച്ചവടം സ്വാഭാവികമായിട്ടും എന്നെകളിലും ബാധിക്കും. ഞാനും മോശമായ ഒരു പ്രോഡക്റ്റായിട്ട് മാറും. അതെ അതെ. ഞാനിപ്പോൾ നല്ല കച്ചവടമുള്ളൊരു കടയിൽ കയറിയുന്നുണ്ട്, അവരുടെ കച്ചവടത്തിന് ഞാനും കൂടെ പോയി ഒരു സൈഡിൽ കിടക്ക് വിറ്റു പോകും. സെയിൽസിലേക്ക് വന്ന് നിങ്ങൾ തിരിച്ചു വീണ്ടും തീർച്ചയായും സെയിൽസ് ആണല്ലോ. ശരിക്കും സെയിൽസാണ്. ഞാൻ ഇത്ര വാചാലാക്കിയത് സെയിൽസാണ്. അതായത് അനീഷ് അന്ന് പറയുമ്പോൾ ഹായ് ഹൂയ് ബോയ്സിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഹായ് ഹൂയ് പറയുന്ന ആളെന്ന് പറഞ്ഞ ഷൈ ആണ്. കാര്യം ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് പെട്ടെന്ന് കണ്ണ് നിറയും. ഒരു നൈസ് അമ്പലവാസി ടൈപ്പാണ്. ഞാൻ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിയതാണ് ഇത്ര വാചാലനായ. ഒരു പക്ഷേ നമുക്ക് നാക്കുളുക്കാതെ സംസാരിക്കാൻ പറ്റുന്നതാണ്. കാര്യം ഒരു ദിവസം എത്ര പേരൊക്കെ ഉണ്ട് സോപ്പും ചീപ്പും നമ്മൾ വിപ്പിച്ചോണ്ടിരുന്നത്. ടാസ്ക് തരാൻ പറയാം. നാക്കുളുക്കാതെ നമുക്ക് നോക്കാം. നാക്കുളുക്കോ ഇല്ലെന്ന് നോക്കാം.
അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി വീഴുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഒന്നുകൂടെ അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ കുണ്ടിതപ്പെട്ട കഴുകുമ്പോൾ പിന്നെ കുണ്ടിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടി ഉന്തി കുണ്ടിൽ വീണു. കിണ്ടികളിൽ ഒരു കുണ്ടി ഉന്തി കുണ്ടിൽ. ഈ സാധനത്തിന് ഞങ്ങൾ ചെറുതാക്കി പറയും. പിന്നെ കുന്തി ദേവിയുടെ കിണ്ടി ഉന്തി കുണ്ടിൽ വീണു. നമ്മള് പ്രോഗ്രാം. അതെ അതെ. ഞാൻ പക്ഷെ ഇത്രയും ലോങ് ആയിട്ടാണ് സ്റ്റേജിലും പറയുന്നത്. അത് 5000 രൂപ വെച്ചിട്ടാണ് ടാസ്ക്. അപ്പൊ 5000 കിട്ടുമല്ലോ. അല്ല അങ്ങനെ അഭിലാഷം ഇപ്പൊ ഇനി വരുന്ന പ്രോജക്റ്റ് കാര്യം നമ്മുടെ സിനിമയാണ് എല്ലാവരുടെയും ആഗ്രഹം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ ഉണ്ടായി കഴിഞ്ഞു. 2 വർഷമായിട്ട് ഉണ്ണിയണ്ണൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒപ്പം ശരത്തും ഉണ്ട്, വിനായക ഗ്രൂപ്പിന്റെ അല്ലേ. ഞാൻ അജിത്ത് അണ്ണനെ അത്ര പരിചയമില്ല, എനിക്ക് കണ്ടു പരിചയമുള്ളൂ. ശരത്തിനെ പരിചയമാണ്. ഞാൻ ശരത്തിനെ വിളിച്ചിട്ട് ഇപ്പോൾ ബേസിലിൻ്റെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമയിലേക്ക് ഞാൻ അവസരം ചോദിച്ചിരുന്നു. അപ്പോഴത്തേന് ഏകദേശം കാസ്റ്റിംഗ് ഒക്കെ ആയി. പക്ഷേ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു സമയം ഭാഗ്യം അല്ല ഓർക്കണമെന്നില്ല എപ്പോഴും. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവസരം ചോദിക്കുന്നതിന് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഉണ്ണിയണ്ണ നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ചാൻസ് നിങ്ങൾക്ക് തന്നിരിക്കും. ശരത്തിന് പല ബിസിനസ് ഉണ്ട്, ചില ചിന്തകൾ മാറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബിസിനസ്സിൽ നോക്കണം. പക്ഷെ ഉണ്ണിയണ്ണ പോയ ദിവസം കണ്ടുപോകും. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉണ്ണിയണ്ണ ഒരു ചാൻസ് എനിക്കല്ല, അഭിലാഷാണ് കൊടുക്കണം. അപ്പം ഇനി വരുന്ന പ്രോജക്റ്റുകൾ, കാര്യം ഇനിയിപ്പോൾ സീരിയൽസിൽ കോമഡി കഥാപാത്രങ്ങളായിരിക്കും തേടി വരുന്നത്. അപ്പം നേരത്തെ ഒരു സീരിയലിൻ്റെ കാര്യം പറഞ്ഞു, അതിനകത്ത് ഈ സ്പ്രിങ് മുടിയനുണ്ടല്ലോ, അവന്റെ പേര് ഞാൻ മറന്നുപോയി. ബെന്നി. യഥാർത്ഥ ഒരു ബെന്നി എന്നാണോ? കുളത്തുപുഴക്കാരൻ. അവന്റെ ഒരു ഇന്റർവ്യൂ അല്ലിയാമ്പൽ സീരിയൽ ലൊക്കേഷൻ ഞാൻ പോയി എടുത്തായിരുന്നു. നല്ല ഒരു ലൊക്കേഷനിൽ കൂടുതലും മറ്റുള്ളവരെ ജോമോൻ എന്നാണ് അറിയപ്പെടുന്നത്. ജോമോൻ എന്നാണ് അവന്റെ പേര്, അവനെ വിളിക്കുന്നത്. അപ്പോൾ അവനായിട്ടുള്ള കോമ്പിനേഷൻ ഞാൻ കണ്ടു. അവൻ്റെ ആയിട്ട് നിൽക്കുമ്പോൾ രണ്ടുപേരും ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് കാര്യം. ഗിവ് ആൻഡ് ടേക്ക് പോലെ. അതും സിറ്റ്കോം അല്ല. അതെ, മുടിയനും തടിയനും എന്നുള്ളൊരു ആ ടാഗ്ലൈൻ തന്നെ. എന്തായാലും നമ്മുടെ കൊട്ടാരക്കര നമ്മൾ അറിയപ്പെടുന്ന ഗണപതിയുടെ നാട്, അതുപോലെ ഉണ്ണിയപ്പം, കഥകളി, അത് മാത്രമേ ഇനി കുറെ താരങ്ങളിലൂടെ അറിയാൻ പോകണം. ഇപ്പൊ ഉണ്ണിയണ്ണൂടെ, അജിത്ത് അണ്ണനൂടെ അറിഞ്ഞു കഴിഞ്ഞു, അജിത്ത് വിനായക അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മറ്റ് പല കാര്യങ്ങളൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം നിങ്ങളിലൂടെ അറിയട്ടെ. തീർച്ചയായിട്ടും അത് എൻ്റെ നാവ് ചില സമയങ്ങളിലൊക്കെ വലിക്കാറുണ്ട്. കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അല്ല, തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ പൈതൃകമുള്ള ഒരു നാടിൻ്റെ പേര് തന്നെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് 5 കിലോമീറ്റർ ഉണ്ട്. ഇഞ്ചക്കാടാണ് എൻ്റെ നാട്. പക്ഷേ ഞാൻ കൊട്ടാരക്കര എന്നുള്ള പേര് ചേർത്തത് തന്നെ അതുകൊണ്ട് തന്നെ. കൊട്ടാരക്കര എന്നല്ലേ അറിയപ്പെടുന്നത്. ഇൻഡസ്ട്രിയിൽ അത് എന്നെ അറിയാതെ മിമിക്രി കൂട്ടുകാർക്കിടയിൽ, ഇപ്പം പിന്നെ ഈ പരിപാടിയായിട്ട് കാണുന്നവർക്കിടയിലും അങ്ങനെ തന്നെയാണ് അറിയുന്നത്. വെണ്ടാർ ആരെ കൂടുതൽ അറിയും? വെണ്ടാറ് ഇപ്പം അറിയാവുന്നതിൽ ഏറ്റവും എന്ന് പറഞ്ഞ അഖിലൊക്കെ അല്ലാതെ കലാപരമായിട്ട് വെണ്ടാറ് സുഹൃത്തുക്കൾ കൂടെ പഠിച്ചു. ജോത്സ്യപരമായിട്ട് ആരെങ്കിലും? മുരാരി അണ്ണനെ അറിയാം. മുരാരി അണ്ണൻ ജ്യോത്സ്യനാവുന്നതിന് മുമ്പേ, ഞാൻ കലാകാരനാവുന്നതിന് മുമ്പേ അറിയാം. വർഷങ്ങളോളായിട്ട് അറിയാം. പക്ഷേ ആ മുരാരി തന്ത്രികൾ എൻ്റെ ഇന്റർവ്യൂവിൽ ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ട്. അർജുൻ, അതായത് കർണാടകയിൽ വെള്ളപ്പൊക്കത്തിൽ ഒഴിച്ചു അർജുൻ ജീവനോട് എപ്പോഴും ഉണ്ട്, തിരിച്ചു വരുമെന്നാണ്. തിരിച്ചു വരുമെന്ന് പറഞ്ഞു. നമ്മുടെ പൂയപ്പള്ളിയിലെ കുട്ടികൾ അടിച്ചോണ്ടുപോയ കിട്ടിയായിരുന്നു. അഖിൽ ജയിക്കുമെന്ന് പറഞ്ഞു. അഖിലിന്റെ സമയം കറക്റ്റ്, അദ്ദേഹം പറഞ്ഞ സമയം കറക്റ്റ്. അഖിൽ ജയിച്ചു. ഈ പയ്യൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല ഒരു വർഷങ്ങളാവട്ടെ ഇനി അങ്ങോട്ടുള്ളത്. ദിവസങ്ങളാവട്ടെ, ആഴ്ചകളാവട്ടെ, മിനിറ്റുകളാവട്ടെ, മണിക്കൂറുകളാവട്ടെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാൻ 10-15 വർഷത്തോളം ഈ കലാഫീൽഡിലെത്തി. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് വലിയ ആർട്ടിസ്റ്റ് അല്ല, ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് തന്നൊരു പ്രോഗ്രാമാണ് അലിയൻസ്. ഇപ്പം മൈലേജ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും എനിക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഈ പ്രോഗ്രാം ഒരുപാട് കാണുന്നവരും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും അവർ സങ്കടപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലായതാണ് എൻ്റെ ഫാദർ മരിച്ച സമയത്താണ് ഞാൻ. അപ്പം ഇപ്പം എല്ലാ വർണ്ണങ്ങളും അറിയാം, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യും. കാരണം നമ്മളൊക്കെ വിളിച്ച് പറയാത്തവർ കൂടി പെട്ടെന്ന് അറിയാനുള്ളൊരു സ്രോതസ്സാണ്. ചിലി എന്ന് പറയുന്ന സ്ഥലം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അവിടുന്ന് വരെ ചിലി, അതെവിടെയാണ്? ഈ പെറു, ചിലി, അങ്ങനെ ചെറു രാജ്യങ്ങളാണ്. അവിടുന്ന് വരെ എന്നെ ഒരു മലയാളി വിളിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാം എത്രത്തോളം അതൊരു വലിയ സന്തോഷം. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ റൊണാൾഡോ എന്ത് പറ്റി, എന്തായിരുന്നു അച്ഛന് സുഖമില്ലാതെ കിടക്കുവാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം റൊണാൾഡോനെ അവർ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. മെൻഷൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പലർക്കും എൻ്റെ പേര് അഭിലാഷ് എന്ന് അറിയത്തില്ല, ചിലവർക്കറിയാം.
റൊണാൾഡോയിൽ നിന്ന് തന്നെയാണ് ഇവിടെ വരുന്നവരും. ഇവിടെ മറ്റൊരു ലൊക്കേഷനില്ലാത്തൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ഒരുപാട് പേര് പുറത്തുനിന്ന് ലൊക്കേഷൻ കാണാനും പരിചയപ്പെടാനും അനീഷേട്ടൻ പറഞ്ഞു ഇവിടെ വരാറുണ്ട്. മെനഞ്ഞാന്നും ഉണ്ടായിരുന്നു 3 പേര്, ഇന്നലെ ഉണ്ടായിരുന്നു ഒരു family. ഇന്നും വന്നിട്ടുണ്ടായിരുന്നു ഒരു ദുബായിൽ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ ലൊക്കേഷൻ അടിച്ചു നോക്കിയാൽ കിട്ടും. ഇപ്പം ഗൂഗിൾ അടിച്ചു ഗൂഗിൾ മാപ്പിൽ അലിയൻസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കാണിക്കുന്നത്. അതെ തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതൊരു വീടെന്ന് മെൻഷനായി. പറയുമ്പോൾ അലിയൻസിന്റെ ലേബലാണ്. അപ്പോൾ എന്തായാലും അഭിലാഷിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ കൊട്ടാരക്കരയിൽ ഇനി അടുത്തൊരു നല്ലൊരു സൂപ്പർ നടൻ, നായിക പരിവേഷം കിട്ടേണ്ട കഥാപാത്രങ്ങൾ കിട്ടട്ടെ, അതുപോലെ തന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. നാട് ഇനിയും താങ്കളോട് അറിയട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരുപാട് 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 സന്തോഷമുണ്ട്.